ഹേ ഗായ്സ്, ഞങ്ങളെങ്ങോട്ടാണ് പോകണമെന്നറിയോ? ഫദ്രയുടെ ഫസ്റ്റ് കൈകൊട്ടി കളിക്കുകയാണ്. പോയി എല്ലാവരെയും ചെന്ന് കണ്ട് ആമി ചേച്ചിക്ക് ചെറിയ ടെൻഷനുണ്ട്, എന്താണെന്നറിയത്തില്ല. പിന്നീട് എല്ലാത്തിനെയും കോപ്രായരം കണ്ട്, ബിന്ദു ചേച്ചീനെയും കണ്ട്, മോളെയും കണ്ട്, പിന്നെ സ്റ്റേജിൽ പോയിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും മീനാക്ഷിയുടെ മുഖത്തും എൻ്റെ ഈ കാണുന്ന കൂതറ മുഖത്തും കാണാമല്ലോ, നല്ല ടെൻഷനുണ്ട്. കാരണം നല്ല വൃത്തി കളിക്കുന്ന ഒരുപാട് ടീമുണ്ട്. പിന്നെ ഞങ്ങളുടെ ടീമും വന്നു. ഞങ്ങൾക്ക് മോശം പറയാനൊന്നുമില്ല, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒന്നും കാട്ടി നല്ല വൃത്തിക്ക് അവിടെ പെർഫോം ചെയ്തു. ഫദ്രയ്ക്ക് ചത്തിക്കണം, ബാക്കി എല്ലാവർക്കും ഭയങ്കര ക്ഷീണമുണ്ട്. അത് കഴിഞ്ഞ് ബോട്ടിൽ ഫ്ലിപ്പ് കളിച്ച് അവൾ ആദ്യം കളിച്ചിട്ടൊന്നും വീണില്ല, ക്യാമറ നോക്കി കളിച്ചപ്പോൾ വീണു. പക്ഷേ അത് അവൾ അംഗീകരിച്ചു കൊടുത്തില്ല. അവൾ പറഞ്ഞ് എൻ്റെ ടേണാണെന്ന്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ബിന്ദു അമ്മ നന്ദന ചേച്ചിക്ക് തലയൊക്കെ തടവി കൊടുക്കുന്നു. അമ്മയെ പോലെയാണ് കേസ് ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഭദ്ര വീണ്ടും ഇട്ട് ഒരു കാര്യമില്ല, നടക്കുന്നില്ല. വീണ്ടും ഇട്ട് ചമ്മും നാറും പിറ്റേ നോക്കും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്റ്റേജിൽ പോയിരുന്നു കണ്ട് വൈബ് ആസ്വദിക്കുകയാണ് പാട്ടിൻ്റെ. ഭദ്ര എന്തൊക്കെ മീനാശിട്ട് തലയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഭദ്രയുടെ വൈബാണ് പിന്നെ കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭദ്ര തിരിഞ്ഞിരുന്നു. ഞാൻ പ്രോഗ്രാം കണ്ടു. അത് കഴിഞ്ഞപ്പോൾ കുട്ടി ഡാൻസർ എല്ലാ സ്ഥലത്തും പോലും കാണാമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എൻ്റെ തലയിൽ എന്തൊക്കെയോ കാണിക്കുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഇതെന്തിനാണ് ചെയ്തു വെച്ചേക്കുന്നത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമ്മൾ അപ്പൂസിനെയൊക്കെ കണ്ട് പതിയെ അവിടുത്തെ ജഡ്ജസ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു തുടങ്ങി. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും എനിക്ക് നല്ല കോൾഡുണ്ട്. പിന്നെ ഫസ്റ്റ് ഇട്ട് ടീമിന് ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ജഡ്ജ്മെൻറ്റ് ചെറിയൊരു തകരാറ്. അത് എന്തിനെന്ന് പോയി നോക്കിയിട്ടോട്ടെ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.